പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അതുമുതൽ തന്നെ. ആമേൻ. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവെ, അനുഗ്രഹീതമായ ഈ സന്ധ്യായാമത്തിനായിട്ടും ഞങ്ങളുടെ ഈ കൂടിവരപരമായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, പരിശുദ്ധമായ നോമ്പിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയും പ്രകാശവുമായി തീരുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമെന്ന്. ഞങ്ങൾ പഠിക്കുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തിരുനാമ മഹത്വത്തിനായി തീരുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ പള്ളിഭാവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായിട്ടുള്ള വേദപഠന ക്ലാസ് ഓരോ സമയങ്ങളിലും ക്രമമായിട്ട് നടക്കുന്നത് നമുക്കൊക്കെയും അറിയാം. നോമ്പിനോടനുബന്ധിച്ചും പ്രധാന പെരുന്നാളുകളോടൊക്കെ അനുബന്ധിച്ച് നമ്മുടെ യുവജന പ്രസ്ഥാന അംഗങ്ങൾ ക്ലാസ്സുകൾ ക്രമീകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസ പഠന ക്ലാസ്സുകളാണ്. ഇന്ന് ശ്ലീഹ നോമ്പിനോടനുബന്ധിച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന ഈ ദിവസം പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ ജീവിതത്തെയും ദർശനത്തെയും നോമ്പിന്റെ പ്രാധാന്യത്തെയും ഒക്കെ പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ക്രമീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും എനിക്ക് വ്യക്തിപരമായിട്ട് സന്തോഷം നൽകുന്ന കാര്യം, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ടൈറ്റസ് ഉമ്മൻ അച്ഛനാണ് ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിലധികമായിട്ടുള്ള ഒരു സ്നേഹബന്ധ അച്ഛനായിട്ട് എനിക്കുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ സിറിയക് തിയോളജിയിൽ MTH പഠിക്കുന്ന സമയം മുതൽ, MA പഠിക്കുന്ന സമയം മുതലുള്ള ഒരു പരിചയവും സ്നേഹബന്ധവുമാണ്. പ്രത്യേകിച്ച് അച്ഛൻ ഇപ്പോഴും നമ്മളൊക്കെ അറിഞ്ഞതാണ്, ബാംഗ്ലൂരിൽ നിന്നും ധർമാരം കോളേജിൽ നിന്നും അച്ഛൻ്റെ സ്പിരിച്വാലിറ്റിയിൽ MTH കരസ്ഥമാക്കി ഇപ്പം തുടർന്ന് അച്ഛൻ അതിന്റെ റിസർച്ച് പഠിക്കുകയാണ്, ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും സമർപ്പിതനായി ദൈവകാര്യങ്ങളിൽ, തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ പഠിത്തം നടത്തുന്ന നമ്മുടെ ഇടവകയുടെ തന്നെ ഒരു അഭിമാനമാണ് ബഹുമാനപ്പെട്ട ടൈറ്റസ് ഉമ്മൻ അച്ഛൻ. അതുകൊണ്ട് അച്ഛന് വളരെ ഭംഗിയായിട്ട് ഈ ഒരു ക്ലാസ് ക്രമീകരിക്കാൻ കഴിയും. ഒന്നടങ്കം യുവജന പ്രസ്ഥാന അംഗങ്ങളുടെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അച്ഛന്റെ ഈ ഒരു സമയം, ഇത്രയും വിലപ്പെട്ട ഒരു സമയം. അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. വല്യച്ഛൻ ജോയിൻ ചെയ്തോളൂ. ഒരു 15 മിനിറ്റിന്റെ ഒരു താമസമുണ്ട്, അച്ഛൻ യാത്രയിലാണ്. അച്ഛനും ജോയിൻ ചെയ്തോളും. വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സിനായിട്ട് ബഹുമാനപ്പെട്ട റജി അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. അച്ഛ ആരംഭിക്കുക. അച്ഛൻ താങ്ക് യു അച്ഛാ, അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ദൈവ തിരുനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ള എൻ്റെ ഇടവകയിലെ യുവജന പ്രസ്ഥാന അംഗങ്ങളെ, ആളുകളെ, എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന ഏവരുമേ, ഒരുപാട് സന്തോഷത്തോടുകൂടെ ഞാൻ ഈ വേദപഠനത്തിലേക്ക് പ്രവേശിക്കാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. സഭയുടെ പ്രധാനപ്പെട്ട 5 നോമ്പുകളിൽ ഒരു നോമ്പാണെന്ന് നമുക്കറിയാം ശ്ലീഹ നോമ്പ് എന്ന് പറയുന്നത്. ഏത് കാലഘട്ടത്തിൽ നമുക്ക് നോമ്പുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആരാധനാ ജീവിതത്തിലെ ഓരോ ക്രമങ്ങളും അത് ഓരോ കാലഘട്ടത്തിൽ എങ്ങനെ ആവിർഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം ശ്ലീഹ നോമ്പ് സഭയിൽ എന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 4-ാം നൂറ്റാണ്ടിന് മുമ്പ് മുതൽ ഈ നോമ്പ് പരിശുദ്ധ സഭയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ശ്ലീഹ നോമ്പ് എന്ന് പറയുന്നത് പെന്തക്കോസ്തി പെരുന്നാളിന് തൊട്ടടുത്ത ദിവസം മുതൽ ജൂൺ 29 വരെ ആദ്യകാലങ്ങളിൽ വളരെ ദീർഘമായി അത് ആചരിച്ചിരുന്നു. എങ്കിലും അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് യേശുവിന്റെ സ്വർഗാരോഹണത്തിനും പെന്തക്കോസ്തിയിലെ പരിശുദ്ധാത്മാവിന്റെ ലബ്ധിക്കും ശേഷം ശ്ലീഹന്മാർ, അപ്പോസ്തലന്മാർ ലോകമെങ്ങും സുവിശേഷവുമായി ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടെ നോമ്പോടും കൂടി ഒരുങ്ങി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഈ അപ്പോസ്തോലിക മാതൃകയെ മുൻനിർത്തിയാണ് സഭ ഈ നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. ഇതിന്റെ ചരിത്രപരമായ താളുകളിലേക്ക് കടന്ന് ശ്രദ്ധിക്കുമ്പോൾ അപ്പോസ്തോലിക പ്രമാണങ്ങൾ എന്ന് പറയുന്ന ഏകദേശം 1700 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ AD 380 കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിരുന്ന ഒരു പുസ്തകത്തിൽ പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ആഴ്ചയിൽ വിശ്വാസികൾ നോമ്പെടുക്കണം എന്ന് വ്യക്തമായി അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അതേ കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്നും അന്ന് ഒരു എഗേറിയ എന്ന് പറയുന്ന ഒരു സഞ്ചാരിക അവർ യെരുശലേമിൽ എത്തിപ്പെടുകയും യെരുശലേമിൽ വെച്ച്
ഈ അവരുടെ യാത്രാ വിവരണത്തിൽ ഇതാ പിൽഗ്രിമേജ് ഓഫ് എഗേറിയ എന്ന് പറയുന്ന ആ യാത്രാ വിവരണത്തിൽ പെന്തക്കോസ്തിക്ക് ശേഷമുള്ള നോമ്പ് ആചരണത്തെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സുറിയാനി ആരാധനാക്രമങ്ങളിൽ ഈ നമ്മുടെ ആദ്യകാല പഞ്ചാംഗത്തിൽ, ആരാധനാ പഞ്ചാംഗത്തിൽ ഈ നോമ്പിനെ നമുക്ക് അവിടുന്ന് കാണിച്ചിരിക്കുന്നതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഏകദേശം 1700 വർഷങ്ങളായി തന്നെ ഈ പരിശുദ്ധമായ സ്ലീഹ നോമ്പ് നമ്മുടെ സഭയിൽ, ക്രിസ്തീയ സഭയിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ അത്താനാസിയോസ്, നമുക്കറിയാം വിശ്വാസത്തിന്റെ ഏറ്റവും ദൃഢമായ, വിശ്വാസത്തിന്റെ പിതാവായ വിശുദ്ധ അത്താനാസിയോസ്, അലക്സാണ്ട്രിയയിലെ സുറിയാനി പാരമ്പര്യവുമായി ഏറെ ഇഴചേർന്ന് നിൽക്കുന്ന ആ പിതാവ് തന്റെ കത്തുകളിൽ പെന്തക്കോസ്തിക്ക് ശേഷമുള്ള നോമ്പിനെ കുറിച്ച് പറയുകയും പെന്തക്കോസ്തിയുടെ സന്തോഷത്തിന് ശേഷം ശരീരത്തെയും വീണ്ടും ആത്മാവിനെയും പോരാട്ടത്തിൽ നിന്ന് ഒരുക്കുന്നതിനു വേണ്ടി ഈ നോമ്പ് ആവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ മൽപ്പാനായ മോർ ഇവാനിയോസ്, സ്വർണ്ണനാവുകാരനായ മോർ ഇവാനിയോസ്, അദ്ദേഹവും തന്റെ പ്രസംഗങ്ങളിൽ സ്ലീഹന്മാരുടെ നോമ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ലീഹന്മാർ നോമ്പിലൂടെയാണ് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കൃപ നേടിയതും, അതിനാൽ നമ്മളും അതിൽ പിന്തുടരണമെന്നും അദ്ദേഹം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ കാതലായ വ്യക്തിയാണ് മോർ യാക്കോബ് ബുർദാന എന്ന ആ പരിശുദ്ധനായ വലിയ പിതാവ് എന്ന് നമുക്കറിയാം. അദ്ദേഹം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ കാലഘട്ടത്തിലും പിന്നീട് വന്ന സഭാ നിയമങ്ങളിലും സ്ലീഹ നോമ്പ് വിശ്വാസികൾ നിർബന്ധമായും നോക്കേണ്ട 5 നോമ്പുകളിൽ ഒന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് ചുരുക്കത്തിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോസ്തോല പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഏകദേശം 1800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച ഒരു നോമ്പാണ് സ്ലീഹ നോമ്പ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് പൗലോസ് സ്ലീഹന്മാരുടെ രക്തസാക്ഷ്യത്തിന്റെ പെരുന്നാളോടനുബന്ധിച്ച് സ്ലീഹന്മാരുടെ നോമ്പിനോട് ചേർത്തുകൊണ്ട് നമുക്ക് ഈ നോമ്പിന്റെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ വലിമയെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. പ്രിയമുള്ളവരെ, നോമ്പിന്റെ പ്രാധാന്യം നമുക്കറിയാം. വർഷങ്ങളായി നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ അച്ഛന്മാരും ഒക്കെയും നമ്മളെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ് നോമ്പിനെ കുറിച്ച്. ഏറെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. പരിശുദ്ധാത്മാവിന്റെ വരവിനായി കാത്തിരുന്ന അപ്പോസ്തലന്മാരുടെ ആത്മീയ ഒരുക്കത്തിന്റെയും അതിനുശേഷം അവർ നടത്തിയ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച സുവിശേഷ യാത്രകളുടെയും ഓർമ്മപ്പെടുത്തലായ ഈ നോമ്പിനെ 3 തലങ്ങളിൽ വളരെ ചുരുക്കമായി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. നോമ്പെന്ന് പറയുന്നത് ഭയത്തിൽ നിന്നും ധീരതയിലേക്കുള്ള ഒരു പരിവർത്തനമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം യഹൂദന്മാരെ ഭയന്ന അപ്പോസ്തലന്മാർ സിഹ്യോൻ മാളികയിൽ വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. യേശുവിനൊപ്പം നടന്നുവെങ്കിലും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ബോധ്യമുണ്ടായിരുന്നിട്ടും ലോകത്തെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മവിശ്വാസമോ ധൈര്യമോ അവർക്ക് ഉണ്ടായതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ശബ്ദത്തോടെ അഗ്നി ജ്വാലകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറയുന്നതായി കാണുന്നുണ്ട്. അതോടുകൂടെ ഭയത്തിന്റെ വാതിലുകൾ തകർക്കപ്പെടുകയാണ്. അതുവരെ ഒളിച്ചിരുന്ന അപ്പോസ്തലന്മാർ അതേ യഹൂദ പ്രമാണികളുടെയും റോമ സാമ്രാജ്യത്തിന്റെയും മുന്നിലേക്ക് ധീരതയോടെ ഇറങ്ങി വന്നു. പത്രോസ് ശ്ലീഹ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ തന്നെ നമുക്ക് കാണാൻ 3000-ഓളം പേരാണ് മാനസാന്തരപ്പെട്ടത്, സ്നാനമേറ്റത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ചരിത്രപരമായ തെളിവാണ് അപ്പോസ്തലന്മാരുടെ ജീവിതം നമുക്ക് വരച്ചു കാട്ടുന്നത്. രണ്ടാമതായി നോമ്പിന്റെ പ്രത്യേകത എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് സുവിശേഷത്തിന്റെ ആഗോള വ്യാപനമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഉടൻ സ്ലീഹന്മാർ സുഖലോലുപതയിലേക്കോ വിശ്രമത്തിലേക്കോ അല്ല പോയത്, മറിച്ച്
കർത്താവിന്റെ അന്ത്യകൽപ്പനയായ അവസാന നാളുകളിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തതുപോലെ നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവീൻ എന്ന് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവർ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് യാത്ര തിരിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധനായ തോമസ് ലീഹ ഇന്ത്യയിലേക്കും, പൗലോസ് ലീഹന്മാർ റോമിൽ അന്ത്യോക്യയിലേക്കും റോമിലേക്കും, അന്ത്രോസ് ലീഹ ഗ്രീസിലേക്കും, മർക്കോസ് ലീഹ ഈജിപ്തിലേക്കും, അങ്ങനെ ലോകം മുഴുവൻ അവർ ചിതറിപ്പാർത്ത് ലോകമെങ്ങും പോയി തന്റെ സൃഷ്ടികളോട് സുവിശേഷം ആഘോഷിക്കുവാൻ തക്കവണ്ണം, പ്രസംഗിക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കുന്നുണ്ട്. അവർ കടന്നുപോയത് വന്യമൃഗങ്ങളും കള്ളന്മാരും കഠിനമായ കാലാവസ്ഥകളും നിറഞ്ഞ വഴികളിലൂടെ ആയിരുന്നു. നമുക്ക് മനസ്സിലാക്കാം, ആധുനിക യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്ന ആ കാലഘട്ടത്തിൽ കാൽനടയായും വഞ്ചികളിലായും അവർ സഞ്ചരിച്ച ദൂരവും സഹിച്ച കഷ്ടതകളും ചരിത്രത്തിന്റെ സമാനതകളില്ലാത്തതാണ് എന്ന് അവരുടെ ആ പ്രവർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിനു ശേഷമുള്ള ആ ശക്തികളോടെ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞ ആ പരിശുദ്ധ സ്ലീഹന്മാരുടെ ജീവിതം നമുക്ക് വരച്ചു കാട്ടുകയാണ്. മൂന്നാമതായി നോമ്പില് നമുക്ക് കാണാൻ സാധിക്കുന്നത് രക്തസാക്ഷിത്വത്തിന്റെ ഒരു ചരിത്രമാണ്. സ്ലീഹന്മാരുടെ ചരിത്രപരമായ പ്രാധാന്യം പൂർണ്ണമാകുന്നത് അവരുടെ രക്തസാക്ഷിത്വത്തിലാണ്. സുവിശേഷത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകി അവർ മടിച്ചില്ല. യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും ക്രൂരമായ പീഡനത്തിലൂടെയാണ് രക്തസാക്ഷികളായി തീർന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ പലപ്പോഴായി നാം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവർ പ്രസംഗിച്ചത്, പ്രിയമുള്ളവരെ, വെറും ഒരു കെട്ടുകഥയല്ലായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് സ്വന്തം ജീവൻ നൽകി അവരതിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. ആ അപ്പോസ്തലന്മാരുടെ പേരിലാണ്, അവരുടെ ചോരയിലാണ്, അവരുടെ പ്രാർത്ഥനയിലാണ് ഇന്ന് ആഗോള സഭ മുഴുവനും പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ആ സ്ലീഹന്മാരുടെ അവരുടെ ജീവൻ, കർത്താവിന് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിച്ച ആ ചോരയുടെ മണം, ആ ചോരയുടെ വിലയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്ലീഹ നോമ്പ് എന്ന കേവലം ഭക്ഷണ ക്രമീകരണത്തിൽ നാളുകളിലേക്കല്ല, അത് ഭയത്തിൽ നിന്ന് ധീരതയിലേക്കും ഒളിച്ചിരിക്കൽ നിന്ന് സുവിശേഷ പ്രഘോഷണത്തിലേക്കും വളരാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നാളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാർക്ക് വഴിവിളക്കായ അതേ പരിശുദ്ധ റൂഹ തന്നെയാണ് മാമോദീസായിലൂടെ നമുക്കും ലഭിച്ചിരിക്കുന്നത്. ആ ആത്മാവിന്റെ അഗ്നി നമ്മളിലും ജ്വലിപ്പിക്കുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിക്കണം. നോമ്പുകളെ നാം ചേർത്ത് പിടിക്കുമ്പോൾ, നോമ്പുകാലത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അത് പള്ളിയിലെ പ്രത്യേക ആരാധനകളിലും നോമ്പ് ഭക്ഷണ ക്രമീകരണങ്ങൾ പാലിക്കുന്നതിലും ആചാരപരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലും എന്നതിലൊക്കെ ഉപരിയായി ആചാരത്തിനപ്പുറമുള്ള ഒരു ആത്മീയത, ബിയോണ്ട് ദ റിച്വൽസ് ആയിട്ട് നമുക്കിത് മാറണം. നമുക്കറിയാം, ഭക്ഷണം നമ്മളെപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്. ഭക്ഷണം ഉപേക്ഷിക്കുന്നവരും മാത്രം ഒരു നോമ്പ് പൂർണ്ണമാകുന്നില്ല എന്ന് നമുക്ക് അറിയാം. സ്ലീഹന്മാർ നോമ്പ് നോറ്റത് എന്തിനായിരുന്നു? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചുമാണ് അവരുടെ മിഷൻ പ്രവർത്തനങ്ങൾ, ദൗത്യങ്ങൾക്കായി അവർ ഇറങ്ങിത്തിരിച്ചതായി നമുക്ക് കാണുന്നത്. നോമ്പുകാലം ഒരു ഭക്ഷണ നിയന്ത്രണത്തിനപ്പുറമായിട്ട് അപ്പോസ്തോലിക തീഷ്ണതയെ വീണ്ടെടുക്കാനുള്ള ഒരു സമയമായിട്ട് നമുക്കിതിനെ സാധിക്കണം. സ്ലീഹന്മാർക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെയും മൂറോൻ അഭിഷേകത്തിലൂടെയും നാം സ്വീകരിച്ചു. അങ്ങനെയെങ്കിൽ അവരിൽ ജ്വലിച്ച ആ സുവിശേഷ അഗ്നി നമ്മളിൽ എവിടെയോ മങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഈ അല്പസമയം, ഈ നിമിഷങ്ങളിലൂടെ നമുക്ക് സാധിക്കേണ്ടത്. വീണ്ടും ഈ നോമ്പിന്റെ ദൗത്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യേശുക്രിസ്തു അന്ന് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച അതേ ദൗത്യം തന്നെയാണ് ഇന്ന് സഭയിലൂടെ നമ്മയും ഏൽപ്പിച്ചിരിക്കുന്നത്. സ്ലീഹന്മാരുടെ കാലം കഴിഞ്ഞു പോയിരിക്കാം, എന്നാൽ സുവിശേഷത്തിന്റെ ആവശ്യകത ഇന്നും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് എന്നെ കേൾക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്ന് തോമസ് ലീഹ കടലുകൾ കടന്ന് നമ്മുടെ മണ്ണിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികളായി ഇവിടെ ആയിരിക്കുന്നത്. അന്ന് അദ്ദേഹം കാണിച്ചു തന്ന ആ ധീരത ഇന്ന് നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്, ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ആയതുകൊണ്ട് ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. അന്ന് സ്ലീഹന്മാർ ചെയ്ത അതേ സുവിശേഷ പ്രഘോഷണം 2026 കാലഘട്ടത്തിലൂടെ നാം ജീവിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിന് എങ്ങനെ പ്രയോഗികമാക്കാം, എൻ്റെ ഇടവകയ്ക്ക് അതെങ്ങനെ പ്രായോഗികമാക്കാം, എൻ്റെ സമൂഹത്തിന് ആ സുവിശേഷ പ്രഘോഷണം എങ്ങനെ സാധ്യമാക്കാമെന്ന് നാം ചിന്തിക്കുന്ന ഒരു നിമിഷമായിട്ട് ഇതിനെ മാറണം. നമ്മുടെ വീടുകളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ ആരാധന ഇടങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹമുള്ള പുതിയ അപ്പോസ്തലന്മാരാകുവാൻ തക്കവണ്ണം നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് കണ്ടെത്തുന്ന ഒരു അല്പസമയമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന്റെ ജനനം, അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള അപ്പോസ്തലന്മാരുടെ മിഷൻ പ്രവർത്തനത്തിന്റെ പ്രതിഫലമായിരുന്നു. പേടിയോടുകൂടി 4 ചുവരുകൾക്കുള്ളിൽ ആയിരുന്ന അവർ, ആ പ്രിയപ്പെട്ടവർ അവിടെ നിന്നും അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്ന ലോകമൊക്കെയും പേടിയെ മാറ്റിവെച്ചിട്ട് ലോകമൊക്കെയും അവർ യാത്ര തിരിച്ച് അത് ദൈവജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് സഭ നിലനിൽക്കുന്നത്. ആയതിനാൽ സഭ ജനിച്ചത് ഒരു മിഷൻ പ്രവർത്തനത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിഷൻ നമ്മളെപ്പോഴും നമ്മുടെ സഭയുടെ പ്രസംഗങ്ങളിലും പ്രസംഗവേദികളിലും നമ്മുടെ ക്ലാസ്സുകളിലും പിതാക്കന്മാരുടെ പഠിപ്പിക്കലിലും ഒക്കെ നാം കേൾക്കുന്ന ഒന്നാണ് മിഷൻ, മിഷനറി പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നൊക്കെ. എന്താണ് മിഷൻ? മിഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കൊരു ലാറ്റിൻ വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം, അതിന്റെ തത്തുല്യമായ സുറിയാനി പദമാണ് സ്ലീഹ എന്നുള്ളത്. സ്ലീഹ എന്നാൽ അയക്കപ്പെട്ടവൻ എന്നാണ്. മിഷനറി എന്നാലും അത് അയക്കപ്പെട്ടവൻ എന്നാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അങ്ങനെ അയക്കപ്പെടുക എന്ന പദത്തിൽ നിന്നുണ്ടായ അയക്കപ്പെട്ടവൻ എന്ന സ്ലീഹ എന്ന വാക്കിൽ നിന്ന് വലിയ ഒരു അർത്ഥതലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്രൈസ്തവ ദൈവശാസ്ത്ര പ്രകാരം സഭയ്ക്ക് ലോകത്തിൽ ചെയ്യാനുള്ള ദൗത്യമാണ് മിഷൻ എന്ന് പറയുന്നത്. കർത്താവിന്റെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ ലോകത്തിൽ തന്റെ ദൈവജനത്തിന് എത്തിക്കുന്ന പ്രവർത്തനത്തെയാണ് മിഷൻ എന്ന് നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ക്രിസ്തുവിന്റെ തന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് സ്ലീഹന്മാർ നൽകിയ വലിയ കൽപ്പനയുടെ അടിസ്ഥാനം ഇത് തന്നെയായിരുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പീൻ എന്നുള്ളത്. ദൈവത്തിന്റെ സ്നേഹം, സമാധാനം, രക്ഷ എന്നിവ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം ലക്ഷ്യത്തിലേക്കായിരുന്നു പരിശുദ്ധ സ്ലീഹന്മാർ നടന്നു നീങ്ങിയത്. തന്റെ ജന്മദേശമോ അല്ലെങ്കിൽ നാടുകളോ തന്റെ ബന്ധുമിത്രാദികളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ തങ്ങൾക്കുള്ള ഒന്നിനെയും കാര്യമാക്കാതെ കർത്താവിനു വേണ്ടി, ക്രിസ്തുവിനു വേണ്ടി സുവിശേഷം അറിയിപ്പാനും ദൈവസ്നേഹത്തെ പ്രകടിപ്പിക്കുവാനുമായി സ്വന്തം നാടും ദേശവും ഭാഷയും വിട്ട് ആ പരിശുദ്ധ സ്ലീഹന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തും സ്വന്തം സുഖം പോലും ഉപേക്ഷിച്ച്, അവരുടെ സുരക്ഷ ഉപേക്ഷിച്ച് അവർ നടന്നു നീങ്ങിയ ആ യാത്രയിലാണ് ഇന്ന് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ദൗത്യം, അയക്കപ്പെട്ടവന്റെ ദൗത്യം, സ്ലീഹന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയാത്ത ഇടങ്ങളിൽ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ്. ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനും സഭകൾ സ്ഥാപിക്കുവാനും കാരുണ്യ പ്രവർത്തികൾ, രോഗികളെ ശുശ്രൂഷിക്കുവാനും പാവപ്പെട്ടവരെ കരുതുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഹായിക്കുവാനുമായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു സമൂഹം നമുക്ക് മുമ്പിൽ ധീരതയോടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ദൂതുമായി ലോകത്തിലേക്ക് അയക്കപ്പെട്ട ആ സ്ലീഹന്മാർ, അവരുടെ പ്രവൃത്തിയെ നമുക്ക് 1-2 തലങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒന്നാമതായി ഞാൻ പറഞ്ഞു, സഭ എന്നത് ഒരു മിഷൻ പ്രവർത്തനത്തിന്റെ, ഐക്യപ്പെട്ടവരുടെ ഉത്തരവാദിത്വത്തിന്റെ ഒരു ഉദാഹരണമാണ്, അതിന്റെ കാതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവശാസ്ത്രജ്ഞനായ എമിൽ ബെർണർ പ്രകാരം പറയുന്നുണ്ട്, തീ കത്തുന്നത് എങ്ങനെയോ
അങ്ങനെയാണ് സഭയുടെ മിഷൻ പ്രവർത്തനം എന്നാണ്. മിഷൻ ഇല്ലെങ്കിൽ സഭയുമില്ല പ്രിയമുള്ളവരെ. ഈ മിഷൻ ആസൂത്രണം, ഈ മിഷൻ സ്ട്രാറ്റജി ലോകത്തിന്റെ ആരംഭം മുതൽ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയുടെ ചില കാലഘട്ടങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇതൊരു ദൈവത്തിന്റെ പദ്ധതിയാണ്. അവന്റെ രക്ഷാകരമായ പദ്ധതിയുടെ ചില തലങ്ങൾ ആണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പഴയ നിയമത്തിൽ ഈ ആസൂത്രണം എങ്ങനെയാണ്, പഴയ നിയമത്തിൽ ദൈവജനവും ദൈവവുമായുള്ള അടുപ്പം എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് വന്നു കാണുക. പഴയ നിയമത്തിലെ മിക്ക കാര്യങ്ങളും ഇവന്റ്സും അതിന്റെ കാര്യങ്ങളും നമുക്ക് പിതാക്കന്മാരെയും അവരുടെ പഠിപ്പിക്കലുകളും ഗോത്രപിതാക്കന്മാരുടെ ജീവിതം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് വന്നു കാണുക. പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ കാണുന്ന സാധനം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകൃതമായിരുന്നു. ദൈവം ഒരു ജനതയെ, അതായത് ഇസ്രായേൽ ജനതയെ തെരഞ്ഞെടുക്കുകയും അവരെ ഒരു പ്രത്യേക ദേശത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കണ്ട് അവരുടെ ദൈവത്തിന്റെ മഹത്വം കണ്ട് ചുറ്റുമുള്ള ജാതികളിൽ അവരിലേക്ക് ആകർഷിക്കപ്പെടണമെന്നായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ശൈലി. യെരൂശലേം ദേവാലയവും ശലോമോന്റെ ജ്ഞാനവും കണ്ട് ശേബാരാജ്ഞി ഉൾപ്പെടെയുള്ളവർ ദൈവ മഹത്വത്തെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഓടി ഇവരുടെ അടുക്കലേക്കാണ് എത്തുന്നത്. അന്ന് ലോകം മുഴുവനും ദൈവജനത്തിലേക്ക് ഒഴുകിയെത്തിയായി. ഉള്ളിലേക്ക് ആകർഷിക്കപ്പെടുന്ന, ദൈവജനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന, വന്നു കാണുന്ന ഒരു അനുഭവമായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് ഈ മിഷൻ സ്ട്രാറ്റജി, ഈ മിഷൻ ആസൂത്രണം കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോയി അറിയിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ വന്നു കാണുകയായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ അത് പോയി അറിയിക്കുക എന്നുള്ളതായിരുന്നു. ക്രിസ്തുവിന്റെ വരവോടെ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി പൂർണ്ണമായി മാറ്റപ്പെടുകയാണ്. അത് കേന്ദ്രീകൃതമായ ഒന്നിൽ നിന്ന് വികേന്ദ്രീകരമായി പുറത്തേക്ക് തള്ളുന്ന, പുറത്തേക്ക് പോകുന്ന ഒരു വ്യക്തിപരമായ ഒരു സെന്ററിൽ നിന്ന് അത് അതിന്റെ അപ്പുറത്തേക്ക് ഒഴുകി പോകുന്ന ഒരു പ്രവർത്തന ശൈലിയായിട്ട് ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് കൽപ്പിച്ചത് നിങ്ങൾ ഇവിടെ വന്നിരിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ പ്രധാനമായ നിർദ്ദേശം എന്നുള്ളത്. യേശുക്രിസ്തു തന്നെയാണ് അങ്ങനെയെങ്കിൽ ആദ്യത്തെ മിഷൻ പ്രവർത്തനം നടത്തിയത്. സ്വർഗമഹിമ വെടിഞ്ഞ് അവിടുന്ന് മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നു. അവിടുന്ന് പാപികളുടെയും രോഗികളുടെയും അടുത്തേക്ക് നടന്നു പോകുകയാണ് ചെയ്തത്. പുതിയ നിയമത്തിൽ അതിരുകൾ ഭേദിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യഹൂദനെന്നോ ശമരിയാക്കാരനെന്നോ ഗ്രീക്കുകാരനോ എന്ന ഭേദമില്ലാതെ, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പാപിയെന്നോ എന്ന അതിർവരമ്പുകളില്ലാതെ ആ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി, നമുക്ക് സുവിശേഷീകരണത്തിന്റെ പദ്ധതിയെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതിനുശേഷം മൂന്നാമതായി നമുക്ക് കാണുന്ന മിഷൻ പ്രവർത്തനത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തടസ്സങ്ങളില്ലാതെ പ്രയാണം ചെയ്ത അപ്പോസ്തലന്മാരെ നമുക്ക് സാധിക്കുന്നു. അതിന് അവരെ ക്രമീകരിച്ചത്, അതിനവർക്ക് ഇടയാക്കി തീർത്തത് പരിശുദ്ധാത്മാ കൃപയുടെ സ്വീകരണത്തെയും പരിശുദ്ധാത്മാവിന്റെ സ്വീകരണത്തിനും ശേഷമാണ്. പീഡനങ്ങളെ അവരുടെ ജീവിതത്തിൽ അത് സ്വായത്തമാക്കി. ആത്മീയ സഭയിൽ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ വിശ്വാസികൾ പല ഇടങ്ങളിലേക്ക് ചിതറിപ്പോവുകയാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ചിതറിപ്പോയ ഇടങ്ങളിലെല്ലാം അവർ സുവിശേഷം അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ തക്കോണം സാധിക്കുന്നു. അതിരുകൾ തകർത്ത് യഹൂദന്മാർക്ക് മാത്രമായി അവകാശപ്പെട്ടിരുന്ന, യഹൂദാജനത്തിന് മാത്രമായി, ഇസ്രായേലിന് മാത്രമായി, പഴയ നിയമ ഇസ്രായേലിന് മാത്രമായി അവകാശപ്പെട്ടിരുന്ന ദൈവരാജ്യം എന്ന് കരുതിയിരുന്നതിനെ പത്രോസ് ലീഹായും തന്റെ സഹശിഷ്യന്മാരും ചേർന്നുകൊണ്ട് വിജാതീയരുടെ ഇടയിലേക്ക്, ലോകത്തിന്റെ ഇടയിലേക്ക് ഇറക്കി തിരിച്ച അനുഗ്രഹീതമായ സാഹചര്യങ്ങളെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ,
നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്രകാരമായിരിക്കണം. ഇവിടെയാണ് ആദിമസഭയുടെ കൂട്ടായ്മ, പരിശുദ്ധ സ്ലീഹന്മാരുടെ പ്രവർത്തനത്തിന്റെ മാതൃക നമ്മുടെ ഇടങ്ങളിൽ ആയിരിക്കേണ്ടത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നമ്മൾ ആദിമസഭയുടെ കൂട്ടായ്മയെ നാം വായിച്ചു മനസ്സിലാക്കുന്നുണ്ട്. അവർ എങ്ങനെയായിരുന്നു കൂട്ടായ്മ ആചരിച്ചത്? അപ്പോസ്തലന്മാർ അവരുടെ പ്രബോധനം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം മുറിക്കലും പ്രാർത്ഥന എന്നിവകൾ നിഷ്കർഷതയോടെ പങ്കുചേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു സാമൂഹിക ഒത്തുചേരലിനപ്പുറമായി ഇതൊരു മിഷണറി കൂട്ടായ്മയായിരുന്നു. അതിന്റെ സവിശേഷതകൾ നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലും വചനത്തിലും ഒന്നിച്ചായിരുന്നു അവർ ആയിരുന്നത്. ഒരുമിച്ച് കൂടിയപ്പോഴെല്ലാം അവർ വചനം പഠിക്കുകയും ശക്തമായ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്തു. അവരുടെ ആത്മീയ ഐക്യമാണ് ആദിമസഭയിൽ പീഡനങ്ങളെ നേരിടുവാൻ തക്കവണ്ണം അവർക്ക് കരുത്ത് നൽകിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മുടെ ഇടവകയിലും കുടുംബ കൂട്ടായ്മയിലും ദൈവവചനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം നാം കൊണ്ടുവരുന്നു എന്ന് ശ്രദ്ധിക്കണം. ലൗകികമായ, രാഷ്ട്രീയമായ, സാമൂഹികമായ ചർച്ചകൾക്കപ്പുറം വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്തുവാൻ പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ കൂട്ടായ്മകളും കൊണ്ട് സാധിക്കണം എന്ന് ഈ നിമിഷം നമുക്ക് കുറച്ച് തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ കടന്നു വന്ന ഒരു വ്യക്തിക്ക് പോലും മുട്ടില്ലായിരുന്നു, ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം, ഒരു ഇല്ലായ്മയില്ലായിരുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രസക്തി പങ്കുവെക്കൽ ആയിരുന്നു. തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതുകയും ദരിദ്രതയെ കരുതുകയും ചെയ്ത് അവർ അതിജീവനത്തിന്റെ ഒരു കഥ, അതിജീവനത്തിന്റെ ഒരു മാതൃക അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ ഇടങ്ങളിലും ഒക്കെയും ആവശ്യങ്ങൾ അറിയാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ളവരുടെ, നമ്മുടെ ആവശ്യക്കാരുടെ ആവശ്യങ്ങളെ അറിയുവാൻ തക്കവണ്ണം, നമ്മുടെ സഹോദരന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടോ രോഗങ്ങളായാലും മാനസികമായ പ്രയാസങ്ങളോ തകർന്നിരിക്കുമ്പോൾ അവനെ ഒന്ന് താങ്ങി നിർത്തുവാനോ നമ്മുടെ ഓരോ കൂട്ടായ്മയ്ക്കും സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, സാധിക്കുന്നുവെങ്കിൽ അവിടെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിന്റെ മാതൃക നമുക്ക് വലിയ സുവിശേഷമായിട്ട് നമുക്ക് അവിടുന്ന് പറയുവാൻ സാധിക്കും. ആദിമസഭയുടെ കൂട്ടായ്മ സ്വന്തം ഇടങ്ങളിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. എന്നാൽ അവർ അവിടെ നിന്നും ആത്മീയ പ്രവർത്തനങ്ങളിലൂടെ അതിരുകൾക്കപ്പുറത്തേക്ക് മാറുന്നതായിട്ട് നമുക്ക് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നാമതായി മനസ്സിലാക്കുന്ന ഇവിടുത്തെ കാര്യം, കൂട്ടായ്മ എന്നത്, അപ്പോസ്തലന്മാരുടെ ഒന്നിച്ചു കൂടൽ എന്നുള്ളത് അതൊരു ദൈവസ്നേഹത്തെ പങ്കിടുന്നതിന്റെ ഒരു മാതൃകയായിരുന്നു, ഒരു മാർഗമായിരുന്നു. നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ, നമ്മുടെ ആത്മീയ സംഘടനകളും ആത്മീയ കൂട്ടായ്മകളിലും ഒക്കെ ഒന്നിച്ച് നമ്മൾ കൂടുമ്പോൾ നമ്മുടെ സ്വാർത്ഥമായ സന്തോഷങ്ങൾക്കല്ല, മറിച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ച് വചനം പഠിച്ച് പരസ്പരം താങ്ങായി നിന്ന് ഈ ലോകത്തിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി ഈ സ്ലീഹന്മാരുടെ ആദിമ കൂട്ടായ്മയുടെ ഈ ആത്മീയ ചൈതന്യം നമ്മുടെ ഇടങ്ങളിലും നിറയുവാൻ തക്കോണം ഈ പരിശുദ്ധമായ സ്ലീഹ നോമ്പിന്റെ ദിവസങ്ങളിൽ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ആധുനിക ലോകത്തെ നമുക്ക് ഇതിന്റെ സാക്ഷികളായി തീരുവാൻ തക്കോണം സാധിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ കാലത്തെ സുവിശേഷം അറിയിക്കാൻ അവർ സിനഗോഗുകളിലും തെരുവുകളിലും ചെന്ന് പ്രസംഗിക്കണമായിരുന്നു. എന്നാൽ അത്യാധുനികതയുടെ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ, ആധുനിക യുഗത്തിൽ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് വലിയ പ്രസംഗങ്ങൾ നടത്താനല്ല, മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് സുവിശേഷമാകുവാൻ തക്കവണ്ണമാണ് ദൈവം ഇന്ന് അപ്പോസ്തലന്മാരായി നമ്മളെ വേർതിരിച്ച് വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക്, അവന്റെ സഭയിലേക്ക് ചേർന്ന് നാം ഏവരും ഈ കൂട്ടായ്മയുടെ, ഈ അപ്പോസ്തലത്വത്തിന്റെ ഉടമകളായി തീർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു പുണ്യവാളന ഫ്രാൻസിസ് അസീസി എന്ന പുണ്യവാളനായ മനുഷ്യൻ, ആ പരിശുദ്ധ പിതാവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്: എല്ലായ്പ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. ഇത്ര മനോഹരമായ ഒരു കൊട്ടേഷനാണ് അത്. എല്ലായ്പ്പോഴും സുവിശേഷം പ്രസംഗിക്കുക,
അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. എന്താണ് അദ്ദേഹം ആ പറഞ്ഞതിന്റെ അർത്ഥം? വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ് പ്രിയമുള്ളവർ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് നമ്മുടെ സുവിശേഷത്തിന്റെ, നമ്മുടെ അപ്പോസ്തലത്വത്തിന്റെ കടമ നിർവഹിക്കപ്പെടുവാൻ തക്കോണം നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ കുടുംബ ജീവിതത്തിലെ മാതൃകകൾ, നമ്മുടെ സുവിശേഷം നാം പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ കുടുംബ ജീവിതങ്ങളിലായിരിക്കണം. നമ്മുടെ സ്വന്തം കുടുംബമാണ് ആദ്യത്തെ മേഖല. പള്ളിയിലെ സമൂഹത്തിലും വലിയ ആത്മീയത കാണിക്കുന്ന പലരെയും നമുക്കറിയാം. വളരെ പ്രകടമായ ആത്മീയത കാണിക്കുന്ന പള്ളിയിലെ എല്ലാ ആത്മീയ സംഘടനകളുടെ ചുമതലകൾ വഹിക്കുന്ന, മുൻപന്തിയിൽ നിൽക്കുന്ന പല കുടുംബങ്ങളിലും നമുക്ക് നോക്കിയാൽ സ്നേഹമില്ലായ്മയുടെ, പൊരുത്തക്കേടുകളുടെ ഒരു വലിയ ഒരു ഇടത്തിലാണ് അവരായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ സ്നേഹമില്ലായ്മ എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്ക് ജീവിതത്തിൽ എന്തർത്ഥമാണ് ഇതിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത്? പങ്കുവെക്കലും ക്ഷമയും ഇല്ലാത്ത ഒരു കൂട്ടായ്മയാണോ നമുക്ക് ആവശ്യം? പങ്കാളികളോടും മക്കളോടും മാതാപിതാക്കളോടും നമ്മൾ കാണിക്കുന്ന ക്ഷമയും കരുതലും പങ്കുവെക്കലുമാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആദ്യത്തെ സാക്ഷ്യമായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. ആദിമസഭ വീടുകളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചതുപോലെ, അവരുടെ വീടുകൾ, അവർ ഇരുന്ന ഇടങ്ങൾ അവർക്ക് മനോഹരമായ അന്തരീക്ഷം, പ്രാർത്ഥനയുടെ അന്തരീക്ഷം നിലനിർത്തി കൊടുത്തതുപോലെ മക്കൾ മാതാപിതാക്കൾ കാണേണ്ടത് വചനത്തോടെ അനുസരണയുള്ള ഒരു സമൂഹമായിട്ട് നമ്മുടെ ഇടങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ മാറണം. ദൈനംദിന ജീവിതത്തിലും നാം ഇപ്രകാരം സാക്ഷ്യമുള്ളവരായിരിക്കണം. നീതിയിലും സത്യസന്ധതയിലും നമ്മൾ അളവുകോലുകൾ വെച്ചുകൊണ്ട് കൃത്യമായ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവ സമക്ഷത്തിൽ സമർപ്പിച്ച് നമുക്ക് പോകുമ്പോൾ, നമ്മൾ ആയിരിക്കുന്ന ദൈനംദിന ജോലിയിടങ്ങളിലും നമ്മുടെ വാക്കുകളുടെ സൂക്ഷ്മതയിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നാം മാറി നിൽക്കുമ്പോൾ, പരദൂഷണം പറയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ, അവിടുത്തെ തർക്കങ്ങളിൽ നാം നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രത്യാശയുടെ വാക്കുകൾ, പ്രത്യാശ പകരുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. സഹാനുഭൂതിയോടുകൂടെ ചുറ്റുമുള്ളവരെ കാണുവാൻ തക്കോണം തന്റെ സ്ലീഹന്മാർ അന്നേ കാലഘട്ടത്തിൽ പ്രത്യേകമായി സമൂഹത്തിൽ പ്രയാസം അനുഭവിച്ചവരെ കരുതിയിരുന്നത് പോലെ, അവരെ സ്നേഹിച്ചതുപോലെ, അവർക്ക് താങ്ങായിരുന്നത് പോലെ, കാരാഗ്രഹങ്ങളിൽ അവരെ സന്ദർശിച്ചതുപോലെ നമുക്ക് ആയിരിക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന അപ്പോസ്തോലികമായ ആ സ്ലീഹന്മാരുടെ പ്രവർത്തനത്തിന്റെ മാതൃകാ ശൈലി. അവർ പ്രസംഗത്തിനേക്കാൾ ഉപരിയായി തങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ സാക്ഷീകരിക്കുവാൻ സാധിച്ചു. മനുഷ്യർ നിങ്ങളുടെ പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഇന്നത്തെ ആധുനിക ലോകത്തിൽ അപ്പോസ്തലന്മാരുടെ സുവിശേഷ രീതി അല്ല നമ്മുടെ സുവിശേഷ രീതി. എന്നാൽ അവർ യാത്ര ചെയ്തതുപോലെ അല്ല ഇന്നത്തെ നമ്മുടെ യാത്രകൾ. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ എങ്ങോട്ടും യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ ചെറിയ ഉപകരണങ്ങളും ഇന്റർനെറ്റും വഴി ലോകത്തിന്റെ ഏത് കോണിലുള്ള മനുഷ്യരിലേക്കും നമുക്ക് ഇന്ന് എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പുതിയ മിഷൻ ലോകം ആയി നമുക്ക് കാണേണ്ടത്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ നമുക്ക് വിമർശനങ്ങൾക്കപ്പുറമായി പ്രത്യാശ പങ്കുവെക്കുന്ന ഒരു ഇടമായി നമ്മുടെ സോഷ്യൽ മീഡിയകളും നമ്മുടെ ഇടങ്ങളും ആയിത്തീരണം. തർക്കങ്ങളാകാം, സൈബർ ആക്രമണങ്ങളിൽ നാം നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ കനത്ത തർക്കങ്ങളിൽ ഏർപ്പെടാതെ മറ്റുള്ളവർക്ക് പ്രത്യാശയും ആശ്വാസവും നൽകുന്ന ദൈവവചനങ്ങളോ സന്ദേശങ്ങളോ പങ്കുവെക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് എങ്ങനെ ഈ ക്രിസ്തീയ മൂല്യം ഇന്നത്തെ അപ്പോസ്തോല മേഖലകളിൽ നമ്മുടെ അപ്പോസ്തോലത്വത്തിന്റെ കടമയായിട്ട് നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കുമെങ്കിൽ
ശരിയായ വിനിയോഗം നമുക്ക് നടത്തുവാൻ തക്കണം. ഒട്ടുമിക്ക ഇടവകളിലും ഇന്ന് വാർഡനുസരണത്തിലും ഒക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇവ വെറും ഒരു അറിയിപ്പിന്റെ അല്ലെങ്കിൽ ചില മെസ്സേജുകളുടെ ഫോർവേഡ് സ്ഥലങ്ങൾ ആയിത്തീരാതെ അതിനപ്പുറമായി നമ്മുടെ സഹോദരങ്ങളെ അതിലൂടെ തിരിച്ചറിയുവാൻ തക്കണം. അവന്റെ കുടുംബത്തിലെ വിഷമങ്ങൾ, അവന്റെ പ്രയാസങ്ങൾ പങ്കുവെക്കുന്ന ഒരിടമായി, ആ പങ്കുവെക്കലുകളിലൂടെ അവിടെ പ്രാർത്ഥനയുടെ ഒരിടമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും അതിലൂടെ സാധിക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. അപ്രകാരം നമുക്ക് മൂല്യാധിഷ്ഠിതമായ ജീവിതങ്ങൾ ഇടങ്ങൾ നമുക്ക് ക്രമീകരിക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കും. ആത്മീയ ചിന്ത നൽകുന്നതായിരിക്കണം നമ്മുടെ ഓരോ ഇടങ്ങളും. പ്രിയമുള്ളവരെ, അതിരുകളില്ലാത്ത അപ്പോസ്തലന്മാരുടെ ആ സ്നേഹത്തിന്റെ പങ്കിലുവെക്കൽ, അവർ ഇറങ്ങിത്തിരിച്ച മേഖലകളിൽ, അത് അവർ പറഞ്ഞു കൊടുത്ത മേഖലകളിലൊക്കെയും, അവർ ചെന്നിരുന്ന കുടുംബങ്ങളിലും ഒക്കെ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് ഈ അതിരുകളില്ലാത്ത സ്നേഹമാണ് വേണ്ടുന്നത്. യേശു നമ്മെ പഠിപ്പിച്ചതും നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് വേണ്ടതും ഈ സ്നേഹവും ആണ്. അതിരുകളില്ലാത്ത ഈ സ്നേഹം, ഇവ എങ്ങനെ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആക്കി തീർക്കുക? ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ യാതൊരു വരമ്പുകളും നോക്കാതെ കഷ്ടപ്പെടുന്ന ഏതു മനുഷ്യനെയും സഹോദരനെ കാണുവാൻ സ്ലീഹന്മാർക്ക് സാധിച്ചുവെങ്കിൽ, വിശുദ്ധനായ തോമാസ് ലീഗ ഭാരതത്തിൽ വന്ന് ഇവിടുത്തെ മനുഷ്യരെ സ്നേഹിച്ചതുകൊണ്ട് ആ ശൈലിയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് മാതൃകയാക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും തക്കോണം നമുക്ക് സാധിക്കണം. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ മനുഷ്യർ നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒറ്റപ്പെടലാണ്. തങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു പറയുവാൻ ആളില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സൗഹൃദങ്ങളിലുണ്ട്. ഇവിടെയൊക്കെയും നമ്മൾ അവർക്ക് സമീപസ്ഥരായി ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ തിരക്കുകൾക്കിടയിലും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അല്പസമയം ഇരുന്ന് കേൾക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്ന ഇടത്ത് നമ്മുടെ ഇന്നത്തെ അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ആധുനികയുടെ കാലത്തിൽ നമുക്ക് അവിടെ പോയി നമുക്ക് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഫോണുകളിലൂടെയും നമ്മുടെ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് അവരെ സമീപസ്ഥരായിട്ട് നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ആധുനിക ലോകത്തെ പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് സാക്ഷികളാകുക എന്നാൽ അവിടെ നമ്മുടെ ഇന്നത്തെ നമുക്ക് ലഭ്യമായിരിക്കുന്ന മാധ്യമങ്ങൾ മുഖേന സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് നമുക്ക് അതിരുവരമ്പുകൾ ഞാൻ പറഞ്ഞു മാറ്റിവെച്ചിട്ട് അതിനപ്പുറമായി അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന ആ മാതൃക നമ്മുടെ ഇടങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മുടെ പള്ളിയുടെ 4 ചുവരുകൾക്കപ്പുറമായി ഈ ആത്മീയതയും ഈ സ്നേഹവും ഈ പ്രകടനതയും ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ ആത്മീയമായ അനുഭൂതി നമ്മൾ നേടാറുണ്ട്. തീർച്ചയായും അത് ആവശ്യമാണ്. എന്നാൽ യഥാർത്ഥ സഭ ജീവിക്കുന്നത്, അത് ജീവിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ പുരോഹിതൻ പറയുന്നുണ്ട്, നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ എന്ന്. അവിടെ നിന്നും ആ സമാധാനവും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിന്റെ വാതിലിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പ്രിയമുള്ളവരെ സഭ ലോകത്തിൽ ജീവിക്കുവാൻ തുടങ്ങുന്നത്. പള്ളികൾക്കുള്ളിൽ നാം വെറും ആരാധകർ മാത്രമാണ്. എന്നാൽ പള്ളികൾക്ക് പുറത്ത് നമ്മൾ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ആ കെട്ടിടങ്ങൾ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ആത്മീയതയിൽ നിന്ന്, ആ ശൈലിയിൽ നിന്ന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മിഷൻ ശൈലിയിലേക്ക്, അപ്പോസ്തലന്മാരുടെ ശൈലിയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തക്കവണ്ണം സാധിക്കണം. വീണ്ടും നമുക്ക് അപ്പോസ്തലന്മാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, സുവിശേഷം അറിയിക്കാൻ നാം എല്ലാവരും ദേശം വിട്ട് നമ്മുടെ ഭവനം വിട്ട് അന്യദേശങ്ങളിലേക്ക് അവർ പോയിരുന്നുവെങ്കിൽ, എന്നാൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ
ക്രിസ്തുവിന്റെ സാന്നിധ്യമായി മാറുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രാധാന്യം എന്നുള്ളത്. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന സൗഹൃദ മേഖലകളിൽ, നമ്മുടെ ഇടവകയുടെ ആത്മീയ കൂട്ടായ്മകളിൽ ഒക്കെയും ഈ ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ പരിശുദ്ധ അപ്പോസ്തലന്മാരുടെ ജീവിത ശൈലിയും പ്രവർത്തന ശൈലിയും നാം സ്വീകരിക്കുകയാണ്. അഴിമതിയും സ്വാർത്ഥതയും നിറഞ്ഞ ഈ ലോകത്ത് ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിക്കാത്ത അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ ജീവിതവും കൈക്കൂലികൾ വാങ്ങിക്കുന്നതിനപ്പുറമായി ഒരു നന്മ പ്രവർത്തിക്ക് വേണ്ടി ആയിത്തീരുവാൻ തക്കവണ്ണം ആരെയും ചതിക്കാതെ ജീവിക്കുന്ന, ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന, ദൈവത്തിന്റെ നീതിയുടെ പുരോഹിതന്മാരായി വക്താക്കളായി തീരുവാൻ തക്കവണ്ണം, സാക്ഷിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലന്മാരുടെ സ്ലീഹ നോമ്പിലൂടെ നമുക്ക് സാധിക്കണം. ചുറ്റുള്ളവർ തളർന്നിരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുവാനും സഹായിക്കുവാനും ഒരു മനസ്സലിവ് പ്രിയമുള്ളവരെ ഉണ്ടായിരിക്കണം. വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ദേഷ്യങ്ങളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുവാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ വലിയ കൂട്ടായ്മയുടെ ശക്തി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വഭാവ ഗുണങ്ങൾ വാക്കുകളിൽ ഉപയോഗിക്കാതെ നമ്മൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കൊണ്ട് നമുക്ക് സാധിക്കത്തില്ല. ആയതുകൊണ്ട് അപ്പോസ്തലന്മാർ അവർ സ്വീകരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി സ്വീകരിച്ചുകൊണ്ട് അവർ ലോകത്തിലേക്ക് ഇറങ്ങിച്ചേർച്ചപ്പോൾ അവർ പലതും ഉപേക്ഷിച്ചു. അവർ സ്നേഹത്തെ മുറുകെ പിടിച്ചു. ദൈവസ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ ജീവിച്ച ആ ജീവിത വഴി നമുക്ക് ഇന്ന് ഈ നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയും മാതൃക ആയിരിക്കണം. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിലൂടെ ലോകത്തോട് ദൈവം പറഞ്ഞു, ഇങ്ങോട്ട് വരിക, ദൈവത്തിന്റെ മഹത്വം കാണുക. കം ആൻഡ് സീ. പുതിയ നിയമത്തിന്റെ അപ്പോസ്തോലിക കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിലൂടെ സഭയോടെ ആവശ്യപ്പെട്ടത് നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക, സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ആഴത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങിപ്പുറപ്പെടലിന്റെ ഒരു ഭാഗവാക്കാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കയ്യിലെ എഴുതപ്പെടുന്ന വ്യക്തികളാണ്. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവാൽ എഴുതപ്പെടുന്ന ലോകത്തിന്റെ പ്രതീകങ്ങളാണ് നാം. ക്രിസ്തു ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന ജീവനുള്ള കത്തുകളാണ്, ജീവനുള്ള എഴുതപ്പെട്ട സുവിശേഷമാണ്. ആ സുവിശേഷം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അനുഭവവേദ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, അപ്പോസ്തോലിക ദൗത്യം നമ്മളിലൂടെ ക്രിസ്തുവിന്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം ദൈവത്തോടെ ചേർന്ന് നിൽക്കുവാൻ, നമ്മുടെ സഹോദരങ്ങളെ കരുതുവാൻ, സ്നേഹത്തെ പങ്കിടുവാൻ തക്കവണ്ണം, കർത്താവിന്റെ കഷ്ടതയും ക്രൂശും നമ്മളിലേക്ക് സ്വയം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഓരോ ആത്മീയ കൂട്ടായ്മകളിലും അത് സ്വാഭാവികമായി കൂടുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒത്തുചേരുന്ന ഒരു സാമൂഹിക കൂട്ടായ്മയ്ക്കുപരിയായിട്ട്, വെറും ഒരു ഒത്തുചേരൽ ഉപരിയായിട്ട് ആത്മീയമായ ഒരു ഒത്തുചേരലായി വചനവും പ്രാർത്ഥനയും പ്രവൃത്തിയും ഒന്നുപോലെ ചേർത്തിണക്കുന്ന, സമൂഹത്തിന് നന്മയായി തീരുന്ന ഇടങ്ങളായി തക്കവണ്ണം നമുക്ക് തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഈ ആധുനിക യുഗത്തിൽ നമ്മൾ വലിയ പ്രസംഗകരാകേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ സ്നേഹവും ജോലി സ്ഥലത്തെ സത്യസന്ധതയും മറ്റുള്ളവരോടുള്ള കാരുണ്യവും വഴി നമുക്ക് ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ തക്കോണം നമ്മുടെ ഇടങ്ങൾ ആയിത്തീരണം. പ്രിയമുള്ളവരെ, അങ്ങനെ ആയിത്തീരുവാൻ തക്കോണം നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന ഒരു ലോകമല്ല, അതിനേക്കാൾ ഉപരിയായി വചനത്തെ അറിയാത്ത ഈ ലോകം വായിക്കുന്നത് നമ്മുടെ ജീവിതമാകുന്ന ഗ്രന്ഥമാണ്. അവിടെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സുവിശേഷമായി ഈ ലോകത്തിലേക്ക് ക്രിസ്തു അയച്ച അപ്പോസ്തലന്മാരായി, ആധുനികതയുടെ അപ്പോസ്തലന്മാരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതുകൊണ്ട്
പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നല്ലൊരു തീരുമാനം എടുക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. നമ്മുടെ ദേവാലയത്തിന് 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എൻ്റെ ജീവിതം, എൻ്റെ ആത്മീയത. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജ്വലിച്ചു നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കണം. സ്ലീഹന്മാരെ പോലെ ഭയത്തിന്റെ വാതിലുകൾ തകർത്ത് സ്നേഹത്തിന്റെ വഴിയിലൂടെ ക്രിസ്തുവിനെ ജീവിക്കുന്ന സാക്ഷികളായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ആയതിന് ഈ നോമ്പുകാലം നമുക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കും. അപ്പൊ അച്ഛനോട് ആർക്കെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാവുന്ന അവസരമാണിത്. അത് ഒരു കാര്യം ചോദിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കേൾക്കാവോ? യേശു ഈ 12 സ്ലീഹന്മാരെ സെലക്ട് ചെയ്തു, തെരഞ്ഞെടുത്തു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പില് കൂടുതലും മത്സ്യത്തൊഴിലാളികളാണെന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് പല വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞെടുക്കുന്നു. ഇവർക്കെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു പൊതു സവിശേഷത ഉണ്ടാകുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് യേശു സൂക്ഷിച്ച ഈ ഒരു പാറ്റേൺ, അതിനെന്തെങ്കിലും പ്രത്യേക സവിശേഷതകൾ തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഭാവിയിലെ മിഷൻ പ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ദേശം ഈ സെലക്ഷനിലൂടെ യേശു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒരെണ്ണം കൂടെ ഉള്ളത്, മിഷൻ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞുണ്ട്. അപ്പൊ ഡിജിറ്റൽ ഏജിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. അപ്പോ നമുക്കറിയാം, ഇപ്പൊ പള്ളികളിൽ ആളില്ല, നമ്മൾ കൺവെൻഷൻ നടത്തിയ ആളില്ല, ധ്യാനങ്ങൾ നടത്തിയ ആളില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് പോലും ആളുകളുടെ എണ്ണം, കാരണം ഇതിലും കൂടുതൽ ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടത്തുന്നത്, എന്നിട്ടും ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ കാലഘട്ടം ഈ മിഷൻ പ്രവർത്തനത്തില് പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? യൂഷ്വൽ ആയിട്ടുള്ള ഈ പരമ്പരാഗത രീതികൾ വിട്ട്, ഇപ്പോൾ യുവാക്കളുടെ ഇടയിൽ അറിയാലോ, നമ്മളെപ്പോഴും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ റീൽസിന്റെ ഒക്കെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ക്വിക്കായിട്ടുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടാണ് യുവത്വം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം മിഷൻ പ്രവർത്തനത്തിലും ഉണ്ടാകേണ്ടതില്ല? അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒന്നാമതായിട്ട് ഈ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ഈ ആദ്യകാലങ്ങളിൽ ഇസ്രായേൽ ജനത്തിന്റെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ദൈവജനം അവരൊരു ക്ലോസ്ഡ് സർക്കിൾ ആയിരുന്നു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ഇസ്രായേൽ ജനത്തേക്ക് മാത്രം എന്നുള്ളതായിരുന്നു ആദ്യത്തെ അവരുടെ ചിന്താഗതി. പക്ഷെ അതിനുശേഷം ക്രിസ്തുവിന്റെ കാലഘട്ടം വന്നപ്പോൾ ക്രിസ്തു എല്ലാവർക്കും ഉള്ളതാണ് എന്ന് അറിയപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് എല്ലാ ഇടങ്ങളിൽ നിന്നും തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അത് ഈ സർവ്വ സൃഷ്ടികൾക്കും ഉള്ളതാണ് ദൈവം എന്നുള്ളതിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമുക്ക് അത് കാണാൻ സാധിക്കുന്നത്. അത് നമ്മളിപ്പം സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണ്. നമുക്കറിയാം, നമ്മുടെ ഇടയിലേക്ക് നമ്മൾ ഇന്ന് നമ്മുടെ പാരമ്പര്യമായിട്ട് മാതാപിതാക്കള്, മക്കള്, അവരുടെ തലമുറകൾ നമ്മൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിലേക്ക് മറ്റൊരു മതത്തിൽ നിന്ന് ഒരാളെ നമ്മുടെ ഇടവകയിലേക്കോ നമ്മുടെ ആരാധനയിലേക്കോ ഒരാൾ വന്നാൽ ഇന്നും നമ്മൾ അവരെ വളരെയധികം മാറ്റി നിർത്തുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അതല്ല ദൈവം അവിടെ കാണിച്ചത്. ദൈവത്തിലേക്ക് ദൈവം തെരഞ്ഞെടുക്കുന്നത് പല ജാതിയിലും മതത്തിലും പെട്ട ആളുകളെ.
പക്ഷെ പക്ഷെ ഇന്നും ഒരു മാറ്റി നിർത്തലിന്റെ അതിവരമ്പുകൾ നമ്മൾ പലയിടത്തും നമ്മൾ വെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ ആണെങ്കിലും നമ്മൾ നോക്കുക, ഓർത്തഡോക്സുകാർ, കാത്തലിക്സ്, മർത്തോമ, അങ്ങനെ പല ഗ്രൂപ്പുകളും നമുക്കുണ്ട്. അതിന്റെ വലിയ തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിച്ചു, തമ്പുരാൻ ദൈവം ആഗ്രഹിച്ചത് എല്ലാ സമൂഹത്തിനും ഒന്നായിട്ട് അവരെ ചേർത്ത് നിർത്തുന്ന ഒരു മിഷൻ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പാണ് ദൈവം ആഗ്രഹിച്ചതും ദൈവം കൊണ്ടുവന്നതും എന്നുള്ളതാണ്. നമ്മൾ അതിർവരമ്പുകൾ വെക്കുവാൻ നമ്മൾ ആരുമല്ല, ദൈവമാണ് അതിന് ദൈവമാണ് ഓരോരുത്തരെയും കരുതുന്നതും നോക്കുന്നതും. സർവ്വ സൃഷ്ടികൾക്കും ഉള്ളതാണ്, അല്ലാതെ നമ്മളൊരു ഗ്രൂപ്പിന് വേണ്ടി മാത്രമുള്ളതല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത, എളിയ ചിന്ത, എൻ്റെ ഒരു കണ്ടെത്തൽ എന്നുള്ളത്. പിന്നെ നമ്മുടെ ഡിജിറ്റൽ ഇടങ്ങൾ അത് നമ്മൾ കൂടുതലായിട്ട് ബോധവൽക്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സൺഡേ സ്കൂളുകളും നമ്മുടെ ആരാധനകളിലും കൂടുതലായിട്ട് ബോധവൽക്കരണത്തിന്റെ ഒരു ആവശ്യകതയുണ്ട്. നമ്മുടെ പാരമ്പര്യമായ കാര്യങ്ങൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ആരാധന നമുക്ക് ആവശ്യമാണ്, നമ്മുടെ ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ ഒരു കടന്നുവരവ് നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് പറയാൻ തക്കവണ്ണം സാധിക്കുന്നത്, നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. മുടിയനായ പുത്രന്റെ ഉപമയിൽ അപ്പനോട് ചോദിക്കുന്ന പല കാര്യങ്ങളിൽ ലഭിച്ചിട്ട് അപ്പന്റെ അടുത്തുനിന്ന് ദൂരെ പോകുന്ന ഒരു മകനുണ്ട്. പക്ഷെ അവന്റെ തിരിച്ചുവരവിൽ കാത്തിരിക്കുന്ന, അവനായിരിക്കുന്ന ഇടത്ത്, അവന്റെ ഭവനത്തിൽ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊക്കെയും പല രീതിയിൽ നമ്മൾ ഈ ലൗകികമായ കാര്യങ്ങൾ നമ്മൾ ചിന്തയിലും നമ്മുടെ പ്രവർത്തനയിലും നമ്മൾ ഏർപ്പെട്ടു പോകുന്നു എങ്കിലും, പക്ഷെ നമ്മൾ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദേവാലയ ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെയും ആവശ്യമാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ, അല്ലെ യൗവനക്കാരെ, നമ്മുടെ പ്രായമുള്ളവരെയൊക്കെ കുറെ കൂടെ നമ്മുടെ മീഡിയയിൽ കൂടെയും നമ്മുടെ അല്ലാതെയും നമ്മുടെ ക്ലാസ്സുകളിലും കുറച്ചുകൂടെ ബോധവൽക്കരിച്ചാൽ കുറെ കൂടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ മിഷൻ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വ്യാപിപ്പിക്കാൻ തക്കവണ്ണം സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പഴയ കാലത്ത് നമുക്ക് വിശ്വാസം അധികം ആളുകളിൽ കൃത്യമായി എത്തിക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ നമ്മുടെ ആരാധനയും നമ്മുടെ ആരാധനയുടെ മാധുര്യവും നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെയും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ, ഇതുപോലെയുള്ള നമ്മുടെ ഹൈമോന്യൂസ് പോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിന് ആ രീതിയിൽ നമുക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാണാം. പക്ഷെ ഇന്ന് ആളുകൾ കുറവാണ് എന്നുള്ളത് അവരെ കുറച്ചുകൂടെ നമുക്ക് ബോധവൽക്കരിക്കണം, അല്ലാതെ നമുക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും അച്ഛനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ തരുണത്തിൽ ചോദിക്കാവുന്നതാണ്. ആർക്കും അച്ഛനോട് ചോദിക്കാനില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നന്ദി അറിയിക്കാനായി നമ്മുടെ പള്ളിവാമ പ്രസ്ഥാന സെക്രട്ടറി ജസ്റ്റിൻ ജോസ് ക്ഷണിച്ചോളുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇടവകാരി വിമൽമാവൻ ചെറിയനച്ചൻ, സഹകാരി ബഹുമാനപ്പെട്ട ജിതിൻ ജോസഫ് അച്ഛൻ, ഇന്നത്തെ നമ്മുടെ ഹൈമോന്യൂസോ വേദപഠന ക്ലാസ് നയിച്ച ഏറ്റവും ആദരണീയനായ റിജുമനച്ചൻ, യൂണിറ്റ് ഭാരവാഹികളെ, വിശ്വാസ സമൂഹമേ, നമ്മുടെ ഹൈമോന്യൂസോ വേദപഠന ക്ലാസ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സായിരുന്നു നടന്നത്. നമ്മളെല്ലാവരും ശ്രീഹാനോമിൻ്റെ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഇന്ന് ശ്രീഹാനോമിനോടനുബന്ധിച്ച് ഹൈമോന്യൂസോ ക്ലാസ് നടത്താൻ സാധിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് വേദപഠന ക്ലാസ് നയിച്ചത് ഏറ്റവും ലളിതമായിട്ടും ആഴത്തോടും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തന്ന നമ്മുടെ ഇടവാംഗവും പതാവ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലെ വികാരിയും കൂടിയായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ നമ്മുടെ റെജുമൻ അച്ഛൻ.
അച്ഛനെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇടവകാംഗമാണ്. അപ്പം അച്ഛനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. സകല തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം മാറ്റിവെച്ച അച്ഛന് പള്ളിഭാവ യുവജന പ്രസ്ഥാനത്തിൻ്റെ നന്ദി സ്നേഹം ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വികാരി വിമലച്ചൻ കയറാൻ സാധിച്ചില്ല, അറിയിച്ചായിരുന്നു. അതുപോലെ ഒരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് കയറാൻ സാധിക്കാഞ്ഞത്. അപ്പം വിമലച്ചനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇടവകാരി സഹവികാരി ജിതിൻ ജോസഫ് അച്ഛൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ചില തിരക്കുകൾ കാരണം അച്ഛനെ പകുതിക്ക് വെച്ച് മറേണ്ടി വന്നു. അപ്പം ജിതിൻ ജോസഫ് അച്ഛനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇന്ന് സകല തിരക്കുകളിൽ നിന്നും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ വിശ്വാസികളോടും ഇടവകാംഗങ്ങളോടുമുള്ള നന്ദി സ്നേഹം ഇത്തരത്തിൽ അറിയിക്കുന്നു. ഹൈമോനുസോ കൺവീനറായ സാബിൻ സജിയുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പറയുന്നു.